നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാഷ്ട്രീയ വൃത്തത്തിലേക്ക് സ്വാഗതം. കേരളം വിധി എഴുതാൻ, കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി കൃത്യം 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നതാ ഇടതു വലതു മുന്നണികളുടെ പ്രകടന പത്രിക നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കൈ പിടിച്ചാൽ കൈ നിറയെ എന്നാണ് UDF പറയുന്നത്. തുടർച്ച തന്നാൽ നിറച്ചു തരുമെന്ന് ഇടതുപക്ഷവും പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് പ്രകടന പത്രികയുടെ പ്രകടനം? നമുക്ക് ആദ്യം അതിലേക്ക് പോകാം. പ്രമേഷേട്ടാ, ഈ 2 പ്രകടന പത്രികകൾ BJP നേരത്തെ തന്നെ ഇറക്കിയും നോക്കുമ്പോൾ ആരാണ് ഒരു പടി മുന്നിൽ? അല്ല, ഇതിനകത്ത് ആദ്യം ആരിറക്കി എന്നുള്ള BJP ആണ് മുന്നിൽ. ആദ്യത്തെ ദിവസം അവർ ഇന്നലെ തന്നെ പുറത്തിറക്കി പ്രകടന പത്രികകൾ. ഞാൻ കാണുന്നതിനകത്തൊരു പോസിറ്റീവായ ഒരു കാര്യം, സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും എല്ലാ മുന്നണികളും പ്രകടന പത്രികകൾ പുറത്തിറക്കാറുണ്ട്. അത് പ്രകടന പത്രികകളെ വലിയ ആൾക്കാരും വോട്ടർമാരും അത്ര ഗൗരവത്തിലെടുത്തിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മുമ്പൊക്കെ പല പ്രഖ്യാപനങ്ങളും പ്രകടനപത്രികയിൽ ഉണ്ടാവും. അതൊന്നും നടപ്പാക്കാൻ ആരോ പറഞ്ഞിരുന്നു. പ്രകടനപത്രികയിലൊക്കെ പലതും പറയും, അതൊന്നും നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ ഞങ്ങൾ പ്രകടനപത്രികയിൽ ഇന്ന നടപ്പാക്കി എന്ന് ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്യുകയും പ്രതിപക്ഷവും മീഡിയയും ഒക്കെ ഉള്ളവരെല്ലാം തന്നെ ഈ പ്രകടനപത്രികയിൽ നിങ്ങൾ നടപ്പാക്കിയോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന തരത്തിൽ വളരെ ഗൗരവകരമായ ഒരു കാര്യമായി പ്രകടനപത്രിക കണക്കാക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് UDF ഒരു പടി മുന്നിലാണെന്ന് പറയാം. കാര്യം പ്രകടന പത്രിക ഔപചാരികമായി പുറത്തിറക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അവരുടെ 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്നിപ്പോൾ അത് 6 ഗ്യാരണ്ടിയായി. ഇന്ദിരാ ഗ്യാരണ്ടി 6 ഗ്യാരണ്ടി എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നേരത്തെ തന്നെ അവർ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ബസ് യാത്ര, സൗജന്യ ബസ് യാത്ര, അതുപോലെ തന്നെ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ, സൗജന്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ, മുതിർന്ന പൗരന്മാർക്ക് വകുപ്പ്, അങ്ങനെയുള്ള അവരുടെ 6 പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വോട്ടർമാരെ ആകർഷിക്കാൻ, അതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ, അതുപോലെ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ, വിവിധ വിഭാഗങ്ങളെ കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങൾ, പ്രത്യേകിച്ച് ഈ അഭ്യസ്ത വിദ്യരായ യുവജനങ്ങളെ സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങളെല്ലാം 3 പേരും നൽകിയിട്ടുണ്ട്. അതിനകത്ത് KSRTCയിൽ സൗജന്യ ബസ് യാത്ര സ്ത്രീകൾക്ക് എന്നുള്ള നേരത്തുള്ള പ്രഖ്യാപനം UDF ആവർത്തിച്ചിട്ടുണ്ട്. മറ്റാരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അതത്ര ഫീസിബിൾ അല്ല, പ്രാക്ടിക്കൽ അല്ല എന്ന ഒരു ചിന്തയാണ് LDFനും ഒരുപക്ഷെ UDFനും ഉള്ളതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഏതാണ്ട് ഒരേ തരത്തിലുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. 60 ഇന പരിപാടിയാണ് LDFൻ്റെത്. 90-50 നിർദ്ദേശങ്ങൾ അവർ വയ്ക്കുന്നുണ്ട്. അവർ വികസനവും ക്ഷേമവും കഴിഞ്ഞ പ്രകടന പത്രികയിലെ അതിൻ്റെ തുടർച്ചയായിട്ടാണ്. ഇപ്പോൾ വിജ്ഞാന സമൂഹം, അവരുടെ നോളജ് സൊസൈറ്റി എന്ന് പറയുന്ന അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ നടപ്പാക്കും എന്ന് പറയുന്നുണ്ട്. പിന്നൊന്ന്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പാക്കിയ ആ പദ്ധതിയുടെ തുടർച്ചയായി ഇത്തവണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളതാണ്. കുറച്ചുകൂടി സൂക്ഷ്മ പരിപാടിയായിരുന്നു. അതെ, ഇനി അത് കുറച്ചുകൂടി കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി നടപ്പാക്കും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷയ്ക്കായിട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ട്, പശ്ചാത്തല മേഖലയുണ്ട്. അതുപോലെ തന്നെ UDFൻ്റെ മുന്നണിയുടെ ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, മുതിർന്ന പൗരന്മാർക്ക് വകുപ്പ്, അത് വളരെ നല്ല നിർദ്ദേശമായി കാണുന്നുണ്ട്. കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഇതേപോലെ തന്നെ LDFൻ്റെ പ്രകടന പത്രികയിലും പറഞ്ഞിട്ടുണ്ട്. ആചാര സംരക്ഷണത്തിന് പ്രത്യേക നിയമം, അത് UDFൻ്റെ പ്രകടന പത്രികയിൽ ഇടം പിടിക്കേണ്ട കാര്യമേ അല്ല. പ്രകടന പത്രികയിൽ തന്നെ വിശ്വാസ സംരക്ഷണ നിയമം എന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് പേര് മാറി വന്നതായിരിക്കും. പക്ഷേ NDA പോലും അതിനെക്കുറിച്ച് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടില്ല. വിശ്വാസ സംരക്ഷണോ ആരാധനാലയോ സംരക്ഷണോ എന്ന് പറഞ്ഞിട്ട് BJPയുടെ നിയമം നടപ്പാക്കുന്നില്ല. പരിപാലനം സംബന്ധിച്ച് നടപടിയെടുക്കും. അല്ല, അത് ആചാര സംരക്ഷണത്തിന് പ്രത്യേക നിയമം എന്നുള്ളത് നേരത്തെ പ്രധാനമന്ത്രി വാഗ്ദാനം നൽകിയതാണ്. അത് നടപ്പായില്ല എന്നുള്ളതാണ് NSS ജനറൽ സെക്രട്ടറി. ഇല്ലാത്ത ഒരു കാര്യം കൂടി BJPയുടെ പ്രകടന പത്രികയിലുണ്ട്, സാമുദായിക മൈത്രി. ആചാര സംരക്ഷണം ഇല്ലെങ്കിലും ഇടതുമുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുമെന്ന് പശ്ചാത്തല സൗകര്യം മാത്രമല്ലത്, അതിനകത്ത് ആചാരപരമായ കാര്യങ്ങൾ ഇപ്പോൾ ആചാരം അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഒരു സമൂഹമാണ് നമ്മൾ. അതിൽ അവരുടെ വിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ അതൊക്കെ മാനിക്കണം, അത് രണ്ടാമത്തെ കാര്യം. രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്, അവർക്ക് വോട്ട് കിട്ടേണ്ടതാണ്. ഞാൻ ആ ഭാഗത്തേക്കല്ല പറയുന്നത്. പക്ഷേ ആചാര സംരക്ഷണത്തിന് പ്രത്യേക നിയമം
നടപ്പാക്കും എന്ന് ഇത് ഈ പ്രോഗ്രസീവായി അത് ഒരു ഡെപ്തിലേക്ക് പോകുന്ന കാര്യമല്ല. ഞങ്ങളുടെ നയം ഇതാണ്. UDF ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഊന്നൽ കൊടുത്തിട്ടുള്ളത് ആരോഗ്യ രംഗത്ത് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ആരോഗ്യ രംഗത്ത് നോക്കൂ, ഇപ്പം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ആശുപത്രികളുമായി ബന്ധപ്പെട്ട് രണ്ടാം പിണറായി സർക്കാർ കുറെ ആക്ഷേപങ്ങൾ, കുറെ പരാതികൾ നേരിട്ടു. അതിന്റെ ഭാഗമായി കൂടുതൽ ഊന്നൽ UDF ആ മേഖലയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ആശുപത്രിയിലേക്ക്, ഒരു സാധാരണ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലേക്കോ പോകുന്ന ഒരു രോഗിക്ക് ഒരു കിടക്ക അത് അവകാശമാണെന്ന് പറയുമ്പോൾ അവരുടെ ശ്രദ്ധ എവിടെയാണെന്ന് മനസ്സിലാകുന്നതാണോ? ഇപ്പം അതിനു മുമ്പ് ഈ പ്രകടന പത്രികകൾ നടപ്പാക്കാനുള്ളതാണ് എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്താണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരൊക്കെ വന്നതിന് ശേഷമാണ് അവരിപ്പോൾ അക്കമിട്ട് അവർ പറഞ്ഞ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് പുതിയ തലമുറയൊക്കെ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുമെന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്താൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ ഇന്ന് ഈ പ്രകടന പത്രിക നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലജ്ജ തോന്നേണ്ട ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഈ പ്രകടന പത്രികയിൽ നമ്മൾ ഇത്രയും വർഷം കേരളത്തിൽ ഭരണം നടത്തിയതിന് ശേഷം ഈ മുന്നണികൾ വന്ന് പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനങ്ങൾ നോക്കൂ. മെട്രോ റെയിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും 10-20 വർഷം മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. തിരുവനന്തപുരത്ത് ഞാൻ നോക്കട്ടെ, ഇത് ശബരിമല മാറ്റിവെക്കും, ഇത് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ റെയിൽ, അതിനു മുൻപ് മോണോ റെയിലായിരുന്നു. ആ മോണോ റെയിൽ എന്നുള്ളത് രൂപം മാറി ഇപ്പോൾ അവസാനം ഒടുവിൽ മെട്രോ, ലൈറ്റ് മെട്രോ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ വാഗ്ദാനത്തിൽ നിൽക്കുക. മറ്റൊന്ന് കിടക്ക അവകാശമാക്കും അത്രേ. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ബെഡിൽ രണ്ടുപേർ താഴെ 2 പേർ എന്ന് പ്രതിപക്ഷ നേതാവിന് ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ അങ്ങനെ പറയേണ്ടി വന്ന അവരും ഭരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഇത്രയും കാലം ഭരിച്ചിട്ട് നമ്മൾ അതേ എവിടെയാണോ നമ്മൾ തുടങ്ങിയത് അതേ അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ലജ്ജിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് ഇന്ന് പുറത്തു വന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന മാനിഫെസ്റ്റോയിലുള്ള വാഗ്ദാനങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ സ്കൂളുകളിൽ നവീകരിച്ചുകൊണ്ടേയിരിക്കുന്ന ഉള്ള വാഗ്ദാനങ്ങൾ. അതിനൊപ്പം പിന്നെ മറ്റൊന്ന് ഈ തമിഴ്നാട്ടിലേക്ക് പോലുള്ള ചില വാഗ്ദാനങ്ങൾ, ഇപ്പോൾ ബസ്സിനകത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തും. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ നടപ്പാക്കുക പ്രാക്ടിക്കലായിട്ട്? ഈ പഴയ കാലമല്ല. ജനങ്ങൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ കുറേ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് തരുമ്പോൾ ഇതിൻ്റെ റിസോഴ്സ് എന്താണ്, നിങ്ങളുടെ പ്ലാൻ എന്താണ്, അതുകൂടി ഇതിനകത്ത് പറയണ്ടേ? ഇപ്പോൾ ആകെ നട്ടലൊടിഞ്ഞ് കിടക്കുന്ന കട്ടപ്പുറത്തിരിക്കുന്ന KSRTC, ആ KSRTCയിൽ ഫ്രീ സർവീസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഇതാ ഇപ്പം സ്റ്റാലിൻ 8,000 രൂപയുടെ കൂപ്പണാണ് കുടുംബങ്ങൾക്ക് കൊടുക്കുന്നത്. അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആ കൾച്ചർ ഇവിടെ പറ്റില്ല. അപ്പോൾ എന്ത് വന്നാലും അധികാരത്തിലേക്ക് വരാൻ വേണ്ടി കുറെ വാഗ്ദാനങ്ങൾ, പൊള്ളയായ വാഗ്ദാനങ്ങളെന്ന് ഇപ്പോഴും ജനങ്ങൾ വിളിക്കാൻ പറ്റുന്നു. ചോദ്യം ചെയ്യപ്പെടും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ബസ്സിന്റെ മാത്രമല്ല, നമുക്കിപ്പോൾ അതുപോലെ തന്നെ ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് വാഗ്ദാനങ്ങൾ, ഇപ്പോൾ AI കാലം വരികയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആൾക്കാർ ഇപ്പോൾ LDF ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, കേരളത്തിൽ പഠിച്ചാൽ കേരളത്തിൽ ജോലി കിട്ടും. അപ്പോൾ എന്താണ് അവസ്ഥ? അവർക്ക് തന്നെ മനസ്സിലായി കേരളത്തിൽ നിന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാണ് കുട്ടികൾ. അപ്പോൾ അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ അത് മാത്രം മതി. അപ്പോൾ എന്താണ് ഇവിടെ ജോലി കൊടുക്കാൻ പോകുന്നത്? അവർക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ പിന്നെ സാധാരണ ജോലിയാണോ കൊടുക്കാൻ വാഗ്ദാനം ചെയ്യുന്നത്? അപ്പോൾ അവർക്ക് എന്ത് ജോലികൾ പുതിയത് ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ അതിന് പുതിയ കാലത്തെ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട്, ടെക്നോളജി വെച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള പ്ലാൻ അതിനകത്ത് പറയുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പം നമ്മൾ കോവിഡിൻ്റെ സമയത്ത് പ്രവാസികൾ ഒരുപാട് ജോലി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് വന്നു. ആ കോവിഡിന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുണ്ടായി. കാരണം ആ തിരിച്ചു വന്ന പ്രവാസികളൊക്കെ അവരുടെ കിട്ടിയ സമ്പാദ്യം ഉപയോഗിച്ച് കൂടുതലും ഹോട്ടലുകൾ ബിസിനസ്സാണ് തുടങ്ങിയത്. ഇപ്പോൾ ആ ഹോട്ടലുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, യുദ്ധം ഭീതിയിൽ LPG ക്ഷാമമൊക്കെ. അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഇതിപ്പോൾ 1-2 മാസമായി യുദ്ധം തുടങ്ങിയിട്ട്, അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ട് പ്രവാസികൾക്ക് എന്താണ് നമ്മളുടെ പ്ലാൻ? ഇനിയിപ്പോൾ പ്രധാനമന്ത്രി അടക്കം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഒരുപക്ഷെ യുദ്ധം കടുത്തു കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് തിരിച്ചുള്ള ഒഴുക്കുണ്ടാകും. അപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടോ? ആ പ്ലാൻ സംബന്ധിച്ച് ആശങ്കയോടെ ഇരിക്കുന്ന കുടുംബങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ എന്തെങ്കിലും പ്ലാൻ ഇതിനകത്തുണ്ട്? ഇല്ല. ഇതെല്ലാം സാധാരണ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ എടുത്ത് വെച്ച് പറഞ്ഞുകൊണ്ടിരുന്ന റബ്ബറിന്റെ താങ്ങുവില, ആരോഗ്യരംഗത്ത് എന്തൊക്കെയാണോ നേരത്തെ പറഞ്ഞത് അതൊന്നും നടപ്പാക്കാൻ പറ്റിയില്ല എന്നുള്ളതല്ലേ ഇന്നത്തെ ഈ കിടക്ക ഉറപ്പാക്കൂ എന്ന് പറയുന്ന മാനിഫെസ്റ്റോയിലെ വാചകം നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിനൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ആചാരം സംരക്ഷണവും വാഗ്ദാനം, അത്തരം കാര്യങ്ങളാണ്. അപ്പം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രകടന പത്രികകളുടെ ഫോട്ടോസ്റ്റാറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, പുതിയ കാലത്തിനനുസൃതമായ ഒരു മാറ്റമോ പുതിയ തലമുറയെ, ഇപ്പം നമ്മൾ ജെൻസി വോട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ജെൻസി എന്ന് പറയുന്ന വിഭാഗത്തെ അവരെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും വാഗ്ദാനം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഇപ്പം ഈ വന്ദേ ഭാരത് വന്ന സമയത്ത് വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ അത് പച്ച പിടിക്കുമോ? പക്ഷെ വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയത് കേരളത്തിലാണെന്ന്. അപ്പം ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഇന്ന്. അപ്പം അതിനനുസരിച്ച് ഈ യാത്രാ സംവിധാനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും, നമ്മുടെ ഗതാഗത സംവിധാനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ആ രീതിയിലൊക്കെ മാറ്റം നൂതനമായി ഇപ്പം അനന്തൻ പറഞ്ഞതുപോലെ ഒരു കോപ്പി ക്യാറ്റ് തന്നെയാണോ ഈ പ്രകടന പത്രികകൾ? അല്ല, ഇതില് പിന്നെ ചില പരിമിതികൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പരിമിതികൾ പ്രകടന പത്രികൾക്ക് ഉണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന പ്രകടന പത്രികയാണ് രണ്ട് മുന്നണികളും കേരളത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, നിലവിലുള്ള അവസ്ഥ എല്ലാം പ്രകടന പത്രിക സൂചിപ്പിക്കുന്നുണ്ട്. അത് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇതിലിപ്പോൾ ഈ രണ്ട് പാർട്ടികളുടെയും മുന്നണികളുടെയും പ്രകടന പത്രിക വായിച്ചിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ നടപ്പാക്കാൻ വെല്ലുവിളി നേരിടുന്നത് KSRTCയിലെ യാത്രാ പ്രശ്നങ്ങൾ മാത്രമാണ് ഒരു പ്രധാന വെല്ലുവിളി. കാരണം അത് ഇപ്പോൾ തന്നെ UDF പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നത് വേളാങ്കണ്ണിക്കൊക്കെ ടൂർ പോകാവുന്ന തരത്തിലാണ്. അങ്ങനെയൊക്കെ KSRTCക്ക് ഫ്രീ സർവീസ് കൊടുത്തുകൊണ്ട് KSRTC നിലനിർത്താൻ പറ്റുമോ? അതിൽ ഒരു ഭരണത്തിലെത്തിയാൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അത് വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. രണ്ടാമത്തെ പ്രശ്നം, ഈ UDF ഫോക്കസ് ചെയ്ത ഏരിയ നല്ല ഏരിയ ആണ്. ആരോഗ്യരംഗത്ത് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ ബഹുരാഷ്ട്ര കുത്തകകളൊക്കെ ആശുപത്രി രംഗത്തൊക്കെ കേരളത്തിലേക്ക് വന്നിരുന്നു. ചികിത്സാ ചെലവ് കൂടി. അപ്പോൾ 25 ലക്ഷം വരെയൊക്കെ ആളുകൾക്ക് ചികിത്സക്ക് ഒരു സാധാരണ ഇൻഷുറൻസ് കവറേജ് എന്ന രീതിയിലേക്ക് വന്നു. ആ പ്രശ്നത്തെ UDF അഡ്രസ്സ് ചെയ്തു എന്നത് പ്രധാന നേട്ടം തന്നെയാണ്. അത് ഭരണപക്ഷം അഡ്രസ്സ് ചെയ്യേണ്ടതായിരുന്നു, അതവർ ചെയ്തിട്ടില്ല. പിന്നെ UDFന് സംഭവിച്ച ഒരു വീഴ്ച പിന്നെ ആര്യ ചൂണ്ടിക്കാട്ടിയതാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് ഉള്ള ഒരു മാറ്റം ഈ യാത്രാ സൗകര്യത്തിലുൾപ്പെടെ പുതുതലമുറയും ആളുകൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഹോസ്പിറ്റൽസ് ഞാൻ കണ്ടു. ഇവിടെ നമുക്ക് വനിതാ ശിശു അതിനുവേണ്ടി പ്രത്യേകം ആശുപത്രികളില്ലേ? അതറിയാതെയാണ് ഈ ഹോസ്പിറ്റൽ. യാത്രാ പ്രശ്നത്തിന്റെ കേസിൽ ഇതിൽ പിന്നെ BJP പറഞ്ഞു കൃത്യമായി കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ അതിവേഗ യാത്ര റെയിൽ അത് ഞങ്ങളുടെ കൺസെപ്റ്റാണ് എന്ന് BJP അവതരിപ്പിച്ചു കഴിഞ്ഞു. സ്പീഡ് റെയിലിന് വേണ്ടിയുള്ള കൺസെപ്റ്റ് അതിനുവേണ്ട ശ്രമം തുടരുമെന്നും പിന്നെ LDFും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സിൽവർ ലൈനിനെതിരെ രാഷ്ട്രീയമായ എതിർപ്പ് വെച്ചുകൊണ്ട് ആ ഒരൊറ്റ പ്രശ്നം വെച്ചുകൊണ്ട് തന്നെ യാത്രാ പ്രശ്നം എന്ന കേരളം നേരിടുന്ന അതിഗൗരവമായ ഒരു പ്രശ്നത്തെ UDF പ്രകടന പത്രിക അഡ്രസ്സ് ചെയ്തിട്ടേയില്ല. അതാണ് ആ പ്രകടന പത്രികയുടെ പ്രധാന പരിമിതി. വിജ്ഞാപനം പിൻവലിക്കും എന്ന് പറഞ്ഞു. അല്ല, അതൊക്കെ പകരം എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ വനം വന്യജീവി പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ, ഇതില് റബ്ബറിൻ്റെ താങ്ങുവില, വനം വന്യജീവി പ്രശ്നം, ക്ഷേമ പെൻഷൻ, ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ LDFും UDFും പ്രകടന പത്രികയിൽ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏരിയ കുറഞ്ഞ ചെറിയ ചെറിയ മാറ്റങ്ങൾ. അതിന്റെ പൊളിറ്റിക്സിലേക്ക് വരാം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇത് ക്ഷേമ വാഗ്ദാനങ്ങൾ കൊണ്ട് നേരിടാൻ പോകുന്നത് തെരഞ്ഞെടുപ്പല്ല, കൃത്യമായ പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടക്കുന്നത് എന്ന തിരിച്ചറിവ് LDFിൻ്റെയും UDFിൻ്റെയും പ്രകടന പത്രികയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ലോക്കൽ ബോഡി ഇലക്ഷനിൽ ക്ഷേമ വാഗ്ദാനങ്ങളുമായി പോയ LDFന് ആ വാഗ്ദാനങ്ങളിൽ വീഴാതെ പൊളിറ്റിക്കലിയാണ് വോട്ടർമാർ മറുപടി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് പൊളിറ്റിക്കൽ ഇലക്ഷനാണ് വരാൻ പോകുന്നത് എന്ന തിരിച്ചറിവ് UDFനും LDFനും ഉണ്ട്. അതുകൊണ്ടാണ് അവർ വലിയ വലിയ വാഗ്ദാനങ്ങളിലേക്ക് പോകാതിരുന്നത്. പക്ഷേ ഫ്രീബീസിന്റെ വലിയ ഇതാണ് ഇന്ദിര ഗ്യാരണ്ടി. ഈ 3 പേരും ഇപ്പൊ പ്രകടന പത്രിക പുറത്തിറക്കി കഴിഞ്ഞു. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോൾ നേതാക്കൾ എല്ലാവരും അണിനിരന്ന് നിൽക്കുകയാണ്. LDFിന്റെ ആണെങ്കിലും ശരി, NDAയുടെ ആണെങ്കിലും ശരി, UDFിന്റെ ആണെങ്കിലും ശരി. വേദിയിൽ ഒരു സ്ത്രീ ഇല്ല. UDFിന്റെ 2ാം നിരയിൽ ജെബി മേത്തറുണ്ട്. ഒന്നാം നിരയിൽ ദീപ്തി തോമസും രണ്ടുപേരും രണ്ട് സൈഡിൽ ക്രോപ്പ് അതുപോലുമില്ല. സ്ത്രീകൾക്ക് വേണ്ടി ജെൻഡർ ഈക്വാലിറ്റിനെ കുറിച്ചൊക്കെ എല്ലാ മുന്നണികളും സംസാരിക്കുന്നുണ്ട്, വാചാലരാകുന്നുണ്ട്. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ ആ കേരളത്തിലാണ് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം രാഹുൽ ഗാന്ധി പറയണത്. അല്ല, നമ്മൾ രമേശ് ചെന്നിത്തല പറഞ്ഞതും VD സതീശൻ പറഞ്ഞു. VD സതീശൻ പറഞ്ഞ നല്ല ചിന്തയാണ്. എനിക്ക് അതിൽ സങ്കടമുണ്ട്. വനിതകൾക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം കൊടുക്കണമായിരുന്നു എന്ന് അതിൽ എനിക്ക് വിഷമമുണ്ടെന്ന് ബിജു പങ്കജിന് നൽകിയ ഇന്റർവ്യൂവിൽ വളരെ ജെനുവിനായിട്ട് തുറന്ന് സംസാരിക്കുന്ന പോലെ VD സതീശൻ പറഞ്ഞതായിട്ട് തോന്നി. ഒപ്പം ചെന്നിത്തല പറയുന്ന പ്രതികരണം ഇതിൽ അത് നല്ല കാര്യമാണ്. ഇത്തവണ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സ്വപ്നമാണ് ഇത്തവണ. ഇപ്പൊ നിലവിൽ അറിയാം ഏത് മുന്നണിയിലാണെങ്കിലും നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയൊക്കെയാണ് പരിഗണിക്കുന്നത്. നേതാക്കൾക്ക് നല്ല ധാരണയുണ്ട്, നാട്ടുകാർക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ നല്ല സ്വപ്നമാണ്. പക്ഷേ ആ നിലയിലേക്ക് ആളുകൾ വളർന്നു വരിക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ പ്രകടന പത്രികയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്ത്രീകളുടെ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇതൊരു ഫോർമാറ്റാണ്. സ്ത്രീകൾക്ക് തുല്യ വേതനം എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി വെച്ചിട്ടുണ്ട്. ഒരു പൊതു ഫോർമാറ്റിന്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ഞങ്ങളോട് ആകർഷിക്കാൻ വേണ്ടി ഒരു അതൊക്കെ കഴിഞ്ഞ കാലം കടന്നു. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ
പൊതുവെ എല്ലാവരും പറയുന്നത് പെട്ടെന്ന് വൈകാരികമായിട്ട് ആളുകളെ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഇതാ ഞങ്ങൾ കുറച്ച് ഫ്രീ, അതായത് ഈ ഫ്രീ ബസ്സായാലും അങ്ങനെയുള്ള. പിന്നെ ഒന്ന് ഇതൊക്കെ പറയും, അത് ജനങ്ങൾക്ക് തന്നെ ജനങ്ങൾ തന്നെ കാറ്റഗറി ചെയ്യും. കാരണം അത് പറയുക മാത്രമേ ഉള്ളൂ, നടക്കില്ല. ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇതിൽ വേർതിരിച്ചു വന്നാൽ വളരെ കുറച്ച് കാര്യങ്ങളെ ഈ അടുത്ത ആര് വന്നാലും അടുത്ത 5 വർഷം കഴിയുമ്പോഴേക്കും അത് പൂർത്തീകരിക്കുകയുള്ളൂ. അപ്പോൾ വൈകാരികമായിട്ട് ഇങ്ങനെ ആളുകൾ ഇപ്പം ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ട് നേടാൻ കഴിയില്ല എന്ന് ജനങ്ങൾ പോലും ചിന്തിക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. ഈ കർണാടകയിൽ നമുക്ക് വന്ന തന്നെ സ്റ്റോറികളിലെ ആളുകളുടെ പ്രതികരണമുണ്ട്. നിങ്ങൾ ഫ്രീ തരണ്ട, ഞങ്ങൾക്ക് എന്തോ ഒരു വിലയില്ലാതെ ഞങ്ങൾ കയറുന്ന പോലെ തോന്നുന്ന ഒരു സ്ത്രീയുടെ ബൈറ്റുണ്ട്. അങ്ങനെ ആ രീതിയിലല്ല, അവരെ അതിനു വേണ്ടി എക്വിപ്ഡ് ആക്കുക എന്നുള്ളതല്ലേ. ഇപ്പൊ സ്ത്രീക്ക് അതിന് പൈസ കൊടുക്കാൻ അവരെ അതിന് പ്രാപ്തരാക്കുക എന്നതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഇപ്പോൾ കർണാടകയിലേക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാം, അവിടെ ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള സർവീസുകളിൽ ഭയങ്കര തിരക്കാണ്. അന്നദാനങ്ങൾക്ക് അത് വെച്ചാൽ അതുകൊണ്ട് ഒറ്റ രാവിലെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ധർമ്മസ്ഥല അങ്ങനെ പല ക്ഷേത്രങ്ങൾക്ക് ഇറങ്ങി സ്ത്രീകളാണ്. ഇപ്പൊ ഒരു 45 പേര് ഒരു ബസ്സിൽ കയറിയാൽ 10 പേരാണ് പുരുഷന്മാര്, 10 പേരാണ് പൈസ കൊടുക്കുന്നത്. എങ്ങനെയാണ് ചാർജ് കൂട്ടിയിട്ട്? പക്ഷെ അത് അങ്ങനെ ചാർജ് കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ എത്ര കൂട്ടേണ്ടി വരും? അപ്പൊ കുറച്ചുകൂടി ഒരു തരത്തിലും പ്ലാനിങ് ഇല്ലാത്ത ഒരു. അതെ അതേ ഞാൻ പറയാം, അത് വൈകാരികം ഒരു ഏറാണ്. കിട്ടിയാൽ കിട്ടുന്ന വോട്ട് കിട്ടണം. പക്ഷെ ഇത് കഴിഞ്ഞപ്പോ ഗണേഷ് പറഞ്ഞൊരു കാര്യമാണ് ഇത്. പിന്നെ എത്ര സമയം കൊണ്ടുപോകുമെന്ന് കണ്ടറിയണം. ഇത് നിലവിൽ കുഴപ്പമില്ലാതെ പോകുന്നു, നമുക്കൊരു പ്രതീതിയുണ്ട്. ഇപ്പോ സത്യം എന്താണെന്ന് അറിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒന്ന് അടിയാൻ വേണ്ടിയാണ് ഈ 2 കാര്യങ്ങൾ കൂടെ എനിക്കൊന്ന് അടിയാനുള്ളത്. ഒന്ന്, ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം, പ്രത്യേകിച്ച് ഈ അതിവേഗ തീവണ്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് പണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ ഈ സിൽവർ ലൈനിൻ്റെ പ്രഖ്യാപനത്തോടും അതിനോട് എതിരായിട്ടുള്ള പ്രതിഷേധത്തോടുമാണ് ആ ചർച്ച തന്നെ കേരളീയ സമൂഹത്തിൽ വന്നത്. പെട്ടെന്ന് ട്രാവൽ ചെയ്യണം ട്രെയിനിൽ എന്നുള്ള ഒരു ചർച്ച വന്നത് അതിനെ തുടർന്നാണ്. ഒരു MLA നമുക്ക് പെട്ടെന്ന് കാസർഗോഡ് കിട്ടിയിട്ട് പോയിട്ട് എന്ത് ചെയ്യാൻ ചോദിച്ചു. പക്ഷേ ഇപ്പൊ ജനങ്ങൾ വന്ദേ ഭാരത് യാത്ര ചെയ്തപ്പോൾ അതിന്റെ ഒരു സൗകര്യത്തെ കുറിച്ചിട്ട് ഫീൽ ചെയ്തു, അവർക്ക് അനുഭവത്തെ മനസ്സിലായി. അപ്പോൾ രാവിലെ തിരിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ഉച്ചയ്ക്ക് ഒരു കല്യാണത്തിന് എത്താൻ പറ്റും, തിരിച്ചു വരാം. എന്തൊക്കെ പറഞ്ഞാലും ഐക്യ കേരളം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ ഈ പഴയ തിരുവിതാംകൂർ ഭാഗവും പിന്നെ കൊച്ചിയും കോഴിക്കോടും എന്നൊക്കെ പറയുന്നത് തമ്മിൽ എപ്പോഴും ഒരു ക്ലാഷ് എന്നല്ല, അവർ തമ്മിൽ ഒരു എന്താ പറയുക ഒരു വിനിമയം എപ്പോഴും നടക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമുക്കൊരു കോഴിക്കോട് കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ പലരും അതൊരു തലേദിവസത്തെ യാത്രയൊക്കെ പോയി ഇല്ലേ, പെട്ടെന്ന് യാത്രാ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്. ഇപ്പോഴും ഉണ്ണിക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, നിങ്ങൾ മലബാറിൽ നിന്ന് വരുന്നുണ്ട്, ഈ ഷൊർണൂർ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ ഇപ്പോഴും ടിക്കറ്റ് കിട്ടത്തില്ല. നിങ്ങൾക്ക് നമുക്കിപ്പം കണ്ണൂരോ കോഴിക്കോടോ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ആദ്യം മാവേലി, മലബാർ, വളരെ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ അവിടെ നിന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ വളരെ യാത്രാ പ്രശ്നം. മലബാറിലേക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെ നിന്ന് മലബാറിലും തിരിച്ചും വരാനുള്ള വലിയൊരു യാത്രാ പ്രശ്നം വേണ്ട. നമുക്ക് ഈ ഷൊർണൂർ അങ്ങോട്ട് പോകാൻ പിന്നെയും കുറച്ച് ട്രെയിനുകളുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും തിരുവനന്തപുരവും കണ്ണൂരെങ്കിൽ കണ്ണൂർ പറ്റുമെങ്കിൽ കാസർഗോഡ് വരെ കണക്ട് ചെയ്തിട്ടുള്ള ഈ അതിവേഗ കേന്ദ്ര ഭാരത് വന്നതിന് ശേഷം നമുക്ക് ആ സുഖം മനസ്സിലായി. നമ്മളിപ്പം കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് എറണാകുളത്ത്, പിന്നെ ഇച്ചിരി കൂടെ ഒന്ന് മെനക്കെട്ട കോഴിക്കോട്. എനിക്ക് 11 മണിയാകുമ്പോൾ വീട്ടിൽ പോകാൻ പറ്റും. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, ഇത് നമുക്ക് എളുപ്പമാണ് ഇത് പറയാൻ, ഈ വളരെ വേഗത്തിൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യാൻ. പക്ഷെ ഇതിനൊരു സ്ഥലം കണ്ടെത്താനും ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രകടന പത്രികയിൽ വന്നിട്ടുണ്ട്, BJPയുടെ പ്രകടന പത്രികയിലുണ്ട്, LDFന്റെ പ്രകടന പത്രിക നേരത്തെ പറയുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനകത്ത് UDF അതിനകത്ത് പിന്നെ എന്താ പറയുക നിശബ്ദ പാലിക്കുന്നുണ്ടെങ്കിൽ പോലും അവരും അതിനകത്ത് ഈ പറയുന്ന കൺസേൺഡ് ആണ്. അവർ എനിക്ക് തോന്നുന്നത് ഈ സിൽവർ ലൈനിലുള്ള എതിർപ്പ് കാരണമായിരിക്കാം അത് എന്ന് പറഞ്ഞിട്ട് അവർ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിവേഗ തീവണ്ടിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായ പ്ലാൻ തന്നെ വേണം. ഇപ്പം തന്നെ ഈ ശ്രീധരനൊക്കെ അതിനകത്ത് ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ട് കൺസെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി ഏത് മുന്നണിയായാലും ശരി നടപ്പാക്കേണ്ടതാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസ രംഗത്തിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മുന്നണികളും വളരെ സീരിയസ് ആയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുള്ളതല്ലാതെ അതിൻ്റെ ഈ പറഞ്ഞതുപോലെ ഭാവി സംബന്ധിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഈ ഇതിനകത്ത് പ്രകടന പത്രികയിൽ വളരെ കുറവാണ്. ഇന്നലെ പാലക്കാട്
പാലക്കാട് രമേശ് പിഷാരടിയുടെ പ്രചാരണത്തിനായി പോകുന്നു. അവിടെ BJPയുടെ നേതാക്കൾ രമേശ് പിഷാരടിയെ തടയുന്നത് വലിയ ചർച്ചയാകുന്നു. ഇതല്ല ജനാധിപത്യ രീതി എന്ന് പിഷാരടി പറയുന്നു. അത് കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി അതിലൊരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് നടക്കുന്നു. BJP പിന്തുണച്ചാൽ അല്ലെങ്കിൽ BJP വന്നാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് അവിടെ നടന്നതെന്ന് പറയുന്നു. എങ്ങനെയാണ് ദിവിഷ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, അത് വൈകാരികമായി പ്രതികരിച്ച് കുളമാക്കുന്ന ഒരു കാര്യമായിട്ടോ. കാരണം നിലവിലെ ഇപ്പോൾ സർവേകൾ പല രീതിയിൽ പറയുന്നുണ്ട്, ആളുകളുടെ പൊതു സംസാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രന് ഒരു എഡ്ജ് ഉണ്ടോ എന്ന ചർച്ചയെങ്കിലും നടക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. ജയിക്കാൻ വളരെ സാധ്യതയുള്ള ഇടമെന്ന് കരുതുന്നതാണ്. അവിടെ അത്രയും നന്നായി പോകുമ്പോൾ ഈ ആളുകൾക്ക് പെട്ടെന്ന് ഇതുപോലെ ഒരു ധാർഷ്ട്യത്തിൻ്റെ സ്വഭാവം എടുക്കുകയോ അല്ലെങ്കിൽ വളരെ സൗഹൃദപരമായി പോകേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് തോന്നിയാൽ ആളുകൾക്ക് പെട്ടെന്നൊരു വിരോധം സാധാരണക്കാർക്ക് തോന്നും. അത് ഉണ്ടാക്കി കൊടുക്കുന്ന പോലത്തെ ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ആർക്കായാലും എവിടെയായാലും പോയി വോട്ട് ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ നമുക്കറിയില്ല, യൂണിയൻ ഇപ്പോൾ CAT-ന്റെ യൂണിയൻ ഓഫീസിൽ കയറി കോൺഗ്രസിൻ്റെ ആൾ വോട്ട് ചോദിക്കുക, അല്ലെങ്കിൽ BJPയുടെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊരു ഈ ജനാധിപത്യം നമ്മൾ മത്സരിക്കുകയാണെന്ന് വെച്ചാൽ യുദ്ധമൊന്നും കൈ കൊടുക്കുകയും അതൊക്കെ ചെയ്യാം. അപ്പോൾ യുദ്ധമൊന്നുമല്ല. അപ്പോൾ ചോദിക്കാനുള്ള അർഹതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ഭാഗത്ത് വളരെ മോശം, ഒരിക്കലും അനുമതി. അതവിടെ മാത്രമല്ല, തൃക്കരിപ്പൂര് സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ടായി. അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ പലയിടങ്ങളിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് എവിടെയാണ് ഒരാൾക്ക് അത് എല്ലാ പാർട്ടിയും കണക്കാം. അവരുടെ സ്ട്രോങ് ഹോൾഡ് എവിടെയാണ്, അവിടെ ഒരു വേറെ ആൾ എൻ്റർ ചെയ്തപ്പോൾ ക്യാമ്പസിൽ കാണുന്ന പോലെ അതെ സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് പറ്റുക. അപ്പൊ ആ ഒരു അമിത ആവേശത്തിൽ കയറി പോകുന്ന അതിലൊരു കാര്യം അത് തെറ്റായ രീതിയാണ്. മറ്റൊന്ന് രമേശ് പിഷാരടിയുടെ പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പക്വതയോടുള്ള പ്രതികരണമെന്നാണ് എല്ലാവരും പെട്ടെന്ന് വായിക്കുന്നത്. പക്ഷേ രമേശ് പിഷാരടി അതിൽ പറഞ്ഞതിൽ വളരെ ഗുരുതരമായൊരു പിഴവുണ്ട്. രമേശ് പിഷാരടിയുടെ പ്രതികരണം അത് രമേശ് പിഷാരടി പറഞ്ഞ്, ഞാൻ പെട്ടെന്നൊന്നും പറയാൻ പോയില്ല, ഞാൻ കൈകൾ പുറകിലേക്ക് കെട്ടി, കാരണം സ്ത്രീകളാണ്. ഞാൻ അത് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പം തോന്നില്ല. പക്ഷെ ആ പറയുന്നൊരു കാരണം സ്ത്രീകളാണ്, ഞാൻ കൈകൾ പുറകിലേക്ക് കെട്ടി, ഒന്ന് തൊട്ടാൽ പ്രശ്നമാകും, സ്ത്രീകൾ പ്രശ്നം. അപ്പോൾ എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ ഒന്ന് തൊടുമ്പോഴേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പെട്ടെന്നൊരു ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകും എന്ന് തോന്നൽ ഉളവാക്കും വിധമുള്ളൊരു പ്രതികരണമാണ് പിഷാരടി അടുത്ത്. അതിൻ്റെ അത് ആ രീതിയിൽ ആളുകൾ വ്യാഖ്യാനിച്ചു, അല്ലെങ്കിൽ പിഷാരടി തന്നെ അത് പിഷാരടി ഒരിക്കലും അങ്ങനെ പറയുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലായിടങ്ങളിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കും. പക്ഷെ ഇതിന്റെ രാഷ്ട്രീയ സാധനങ്ങൾ ആലോചിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അത് BJP ആണല്ലോ അവിടെ കോൺഗ്രസുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റിലേക്ക് പോകുന്നത്. അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. കൃത്യമായി അതിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വരുന്നു. അത് കൃത്യമായി BJPക്കെതിരെ മുഖ്യമന്ത്രി സ്റ്റാൻഡ് എടുക്കുന്നു ശക്തമായിട്ട്. എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല എന്ന മറിച്ചുള്ള ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. അതാണ് അതിൽ പൊളിറ്റിക്സ്. കറക്റ്റ്. കാരണം അവിടെ പ്രചാരണം കോൺഗ്രസ് നടത്തുമ്പോഴും ശക്തമായ BJP വിരുദ്ധ ക്യാമ്പയിൻ ഒന്നും അവിടെയും കേരളത്തിൽ എവിടെയും ഇല്ല. ഇപ്പൊ 2021 കോൺഗ്രസ് ചെയ്തതുപോലെ ഒരു BJP വിരുദ്ധ ക്യാമ്പയിൻ ഇവിടെയില്ല. എന്തുകൊണ്ടെന്നാൽ ന്യൂനപക്ഷ വോട്ടുകളുടെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് അവരുടെ പെട്ടിയിലാണ് എന്ന ഉറച്ച ബോധ്യം അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർ മറ്റേനി അതിൽ പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡ് എടുക്കുകയോ ഗിമ്മിക്ക് കാണിക്കുകയോ വേണ്ട എന്നുള്ള അമിത ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. അതിനുള്ള ഒരു കൊട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ ഇതിൽ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ഈ പേരാമ്പ്രയിലേക്ക് കൂടി നമ്മളൊന്ന് പോകണം. ഇതിനകത്ത് ഇപ്പം ഈ തടയൽ സംഭവം അതൊരു സാധാരണ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു തടയൽ ദൃശ്യം എന്ന് പറയുന്നത് തിരുവല്ലയിൽ NDAയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു പോയ കുറച്ച് വനിതാ പ്രവർത്തകരെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി നിന്ന് തടയലാണ്. എന്തൊക്കെ അസഭ്യമാണ് അയാൾ അവിടെ പറഞ്ഞതെന്നറിയോ? അതിന്റെ വീഡിയോ വന്നു. പക്ഷെ ഇത്ര വലിയ ചർച്ചയൊന്നും ആയില്ല. അബിൻ വർക്കിയെ തടഞ്ഞു. അതിനുശേഷം ഈ തൃക്കരിപ്പൂര് സന്ദീപിനെ തടഞ്ഞു. അപ്പോൾ ഈ തടയലെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ അവിടെ ഉണ്ടായപ്പോൾ അതിനകത്ത് കുറച്ച് വൈകാരികമായ അതുപോലെ തന്നെ വിശ്വാസപരം ഇപ്പം പിഷാരടി പറയുകയാണ്, ഞാൻ ഇവിടെ വന്നത് അപ്പോൾ അവർ വോട്ട് ചോദിക്കരുതെന്നാണ് പറയുന്നത്. അവിടുത്തെ വനിതാ കൗൺസിലർ അടക്കം ഇവിടെ അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് സ്ഥലമായതുകൊണ്ട് പൊളിറ്റിക്കലി ആണ് അവർ എതിർക്കുന്നത്. അപ്പോൾ പിഷാരടി പറഞ്ഞത് ഞാനിവിടെ വോട്ട് ചോദിക്കാനൊന്നും വന്നതല്ല, ഞാനിവിടെ അമ്പലത്തിൽ പോകാൻ വന്നതാണ്. അവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ പോകാൻ അമ്പലത്തിൽ വോട്ട് ചോദിച്ചാൽ എന്താ കുഴപ്പം? അല്ല, വോട്ട് ചോദിക്കുന്നില്ല. ഞാൻ പറയുന്നത് അതിനെ പെട്ടെന്ന് തന്നെ ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. അതേസമയം ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യവും ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അത് മണിയാശാനോട് അവിടുത്തെ എനിക്ക് തോന്നുന്നത് ദേവികുളത്തെയോ മറ്റോ UDF സ്ഥാനാർത്ഥി അടുത്ത് പോയെന്ന് മണിയാശാനെ വോട്ട് തരണം എന്ന് പറയുമ്പോൾ മണിയാശാൻ പറയുന്നത് വോട്ടം തരത്തില്ല. അപ്പൊ സഹായം ഉണ്ടാവില്ല. അനുഗ്രഹിക്കണം, അനുഗ്രഹം വേണമെങ്കിൽ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ കുടുംബക്കാരെയൊക്കെ എനിക്കറിയാം. പിന്നെ മണിയാശാൻ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ ചേട്ടനെയും അച്ഛനെ കുറിച്ചും ഒക്കെ പറയുന്ന ദൃശ്യമാണ്. അപ്പോൾ അത്രയും മനോഹരമായ ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് ഇത് കാണുമ്പോഴും ജനാധിപത്യത്തിന്റെ മനോഹരമായ കാഴ്ചകളും. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇനി 7 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഡീലിൽ തുടങ്ങി പല വികസന ചർച്ചകളിലേക്കൊക്കെ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത വിഷയത്തിൽ രാഷ്ട്രീയ വൃത്തത്തിൽ കാണാം. നമസ്കാരം.